പാലാ നഗരസഭയിൽ യുഡിഎഫിൽ തർക്കം മുറുകുന്നു. കോൺഗ്രസ് കൌൺസിലർ ബിജു മാത്യൂസിനെതിരെ മോഷണ ആരോപണവുമായി നഗരസഭാ ചെയർപേഴ്സൺ ദിയ പുളിക്കകണ്ടം രംഗത്തെത്തി. ചെയർപേഴ്സണിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് ബിജു മാത്യൂസ് തുറന്നടിച്ചു. പുളിക്കകണ്ടം കുടുംബത്തിലെ 3 പേരെ മുൻനിർത്തി UDF ഭരിക്കുന്ന നഗരസഭയാണ് പാല. ഭരണപക്ഷത്തെ 2 കൌൺസിലർമാർ തമ്മിലുള്ള തർക്കമാണ് UDFന് തലവേദനയായത്. ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മാറ്റുന്നതുമായുള്ള തർക്കം കഴിഞ്ഞ ദിവസം കയ്യാങ്കളിയുടെ വക്കിലെത്തി. കോൺഗ്രസ് കൌൺസിലർ ബിജു മാത്യൂസ് ചെയർപേഴ്സൺ ദിയ പുളിക്കകണ്ടത്തിന്റെ പിതാവ് കൂടിയായ കൌൺസിലർ ബിനു പുളിക്കകണ്ടത്തിനെതിരെ പരാതിയും നൽകി. ഇതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഓഫീസ് മുറിയിൽ നിന്നും ഫയലും വാച്ചും മോഷ്ടിച്ചുവെന്ന് ചെയർപേഴ്സൺ ബിജു മാത്യൂസിനെതിരെ പരാതിയുമായി എത്തിയത്. ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് പോലീസും കൗൺസിലറും ആരെ അറിയിക്കാതെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ പെർമിഷനോ സെക്രട്ടറിക്ക് ഒരു നോട്ടീസ് കൊടുക്കാണ്ട് ഇവിടെ അവരെ ഭീഷണിപ്പെടുത്തി തുറന്നു കയറുകയും വെള്ളം എടുക്കാനാന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന OAനെ വെളിയിലേക്ക് വിടുകയും അവിടെ നടക്കി അവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം എന്നോട് OA പറഞ്ഞ അനുസരിച്ച് കയ്യിൽ പോകുമ്പോൾ ഒരു ഫയലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഫയൽ അത് ഇമ്പോർട്ടൻറ്റ് ഫയലാണ്. ചെയർപേഴ്സണിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന ബിജു മാത്യൂസ് 24നോട് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ കൊച്ചിപ്പോഴും അത്രയും തരം താണതാണോ ഈ ലോകത്ത് നമ്മൾ പാലായിലെ ഈ ചെയർപേഴ്സണായി ഉയർത്തി കാണിച്ച വ്യക്തി എന്നുള്ളതിനെ പറ്റിയും എനിക്ക് ഈ സമയത്ത് വളരെ വിഷമം തോന്നുന്നു. ഏതായാലും ഒരു കാര്യമുണ്ട്, എനിക്കെതിരെ വിശ്വാസമില്ലാത്ത ചെയർപേഴ്സണെ ഞാനോ എൻ്റെ കോൺഗ്രസ് പാർട്ടിയോ ഇനി പിന്തുണയ്ക്കേണ്ടതുണ്ടോ എന്ന് പാർട്ടിയിൽ ഗൗരവമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ബിനു പുളിക്കകണ്ടം വരുന്നതിനുള്ള എതിർപ്പാണ് ബിജുവിനുള്ളതെന്നാണ് പുളിക്കകണ്ടം കൗൺസിലർമാർ പറയുന്നത്. കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ രാജിവെക്കാൻ തയ്യാറാണെന്നും പ്രതികരണം. എന്നെ സംബന്ധിച്ച് ഈ ഒരു സ്ഥാനത്തിനു വേണ്ടി എല്ലാ വ്യക്തിത്വവും പണയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അടിമപ്പെട്ടുകൊണ്ട് ഞാൻ ആ ഒരു സ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കത്തില്ല. അങ്ങനെ ആർക്കെങ്കിലും അതാണ് അവരുടെ വിചാരമെങ്കിൽ അവർക്കത് തെറ്റുപറ്റിപ്പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിജു മാത്യൂസിന്റെ പരാതി കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്തു. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.